നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഗായകൻ ശ്രീ ഹരിഗോവിന്ദൻ. നമസ്കാരം. ഗുരുവായൂർ അമ്പലത്തിൽ കല്ലൂർ ബാബു എന്ന പഞ്ചവാദ്യ കലാകാരന് അപമാനം നേരിട്ടു. ആ സംഭവത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിലല്ല എങ്കിൽ പോലും ഗുരുവായൂർ നടക്കിൽ നിന്ന് എടത്തിരുത്തിക്കാവ് എന്ന് പറയുന്ന കാവിലേക്ക് നടന്ന ഒരു പഞ്ചവാദ്യത്തിൽ ഈ ബാബുവിൻ്റെ സമുദായം ഏതോ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊമ്പ് കലാകാരനോ മറ്റോ തിരിച്ചറിയുകയും അയാളത് ഇവൻ നമ്മുടെ കൂട്ടത്തിൽ പറ്റിയ ആളല്ല എന്ന് ഇതിൻ്റെ ചുമതലയുള്ള ആളുകളെ അറിയിക്കുകയും ഇങ്ങനെ ഒരു സംഗതി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, നീ ഒന്ന് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വേദന ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ബാബു എന്ന് പറഞ്ഞ ആൾ പ്രയോഗിക്കുന്ന വാദ്യം എലത്താളമാണ്. എലത്താളത്തിൻ്റെ പ്രത്യേകത വാദ്യ ലവണം എന്നാണ് അതിന് പറയുക. കാരണം എലത്താളം ഇല്ലാണ്ട് കേരളത്തിലെ ഒരു കേരളീയ വാദ്യ സിംഫണിയും സാധ്യമല്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു താളക്കാരനാണ്. ഈ മൊത്തം ഇതിന് താളം പിടിക്കേണ്ട ആളാണ്. അപ്പോൾ അയാളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സിംഫണിയെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വാദ്യ സംസ്കൃതിയെ മൊത്തത്തിലാണ് അപമാനിച്ചിട്ടുള്ളത്. എന്നിട്ടും മറ്റുള്ള ആളുകൾ അയാളോടൊപ്പം മാറി നിൽക്കാൻ തയ്യാറാവാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. വളരെ ഭീകരമായിട്ട് തോന്നിയത് ജനാധിപത്യ മതേതര സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ, പത്മശ്രീ, എന്താ പറയുക, സംഗീത അക്കാദമി തുടങ്ങിയിട്ടുള്ള പുരസ്കാരങ്ങൾ, കലാമണ്ഡലം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അനുവദിക്കപ്പെട്ട ക്ഷേത്ര സമ്പ്രദായത്തിൽ അനുവദിക്കപ്പെട്ടു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന സമുദായത്തിൽപ്പെട്ടവരും കൂടി ആയിട്ടുള്ള മുതിർന്ന കലാകാരന്മാർ ഈ ഒരു സംഭവത്തിൽ ഇത്ര ദിവസമായിട്ടും ഒരു പ്രതികരണം പരസ്യമായിട്ട് നടത്താൻ തയ്യാറായില്ല. ഹരിഗോവിന്ദൻ, ഇതിലിടയിൽ ഉയർന്നു വരുന്നൊരു വാദം, ഗുരുവായൂർ അമ്പലത്തിൽ അവർണരായ കലാകാരന്മാരെ കൊണ്ട് ഇത്തരത്തിൽ വാദ്യം പ്രയോഗിക്കുന്നത് പതിവില്ല. ആ പാരമ്പര്യം നടപ്പായി. അതറിയാതെ അവിടെ ചെന്നുപെട്ട ഇദ്ദേഹത്തിന് അങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഐത്താചരണമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നൊരു വാദം വരുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പാരമ്പര്യം ആരാണ് ഈ പാരമ്പര്യം നിശ്ചയിക്കാൻ? തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ തന്ത്രശാസ്ത്ര വിധി അനുസരിച്ചാണ് ഒരു ക്ഷേത്രത്തിലെ വാദ്യം, അതുമാതിരി പൂജ, അവിടുത്തെ എല്ലാ കർമ്മങ്ങളും, ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന തന്ത്രശാസ്ത്രത്തെയാണ്. അപ്പോൾ ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല ഇന്ന വാദ്യക്കാരൻ, ഇന്ന വാദ്യം, ഇന്ന സമുദായക്കാരൻ ഇന്ന രീതിയിൽ കൊട്ടണം എന്ന് പറയുന്നൊരു സമ്പ്രദായമേ ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് ദേവസ്വം ബോർഡ് പരിഗണിക്കേണ്ട ഒരു പരാതിയല്ല ഇത് തന്ത്രിയാണ് ഇതിൻ്റെ അവസാന വാക്ക്. തന്ത്രി പറയുന്നത് നടപ്പാവും, അതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. അങ്ങാടിപ്പുറം തിരുമാതാവുന്ന ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പൗരാണികത്വമുള്ള ദേവീക്ഷേത്രമാണ്. അവിടുത്തെ തന്ത്രിക്ക് പോലും പ്രശ്നമുണ്ടായിരുന്നില്ല മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന പത്മശ്രീ ജേതാവിൻ്റെ ഗുരുസ്ഥാനീയനായ സദനം വാസുദേവനെ കൊട്ടിക്കുന്നതിന് തന്ത്രിക്ക് പോലും പരാതി ഉണ്ടായിരുന്നില്ല. 2011 മാർച്ചിൽ നടന്നതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥയല്ല. ഈ സദനം വാസുദേവൻ അവിടെ കൊട്ടാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുവരെ 10-20 കൊല്ലമായിട്ട് അവിടെ വാദ്യ കരാറുകാരായി എത്തുന്ന മഞ്ചേരി ഹരിദാസനും കൂട്ടരും, അദ്ദേഹം അവിടെ കൊട്ടുകയാണെങ്കിൽ, നായരാണ് ഈ സദനം വാസുദേവൻ, അദ്ദേഹം അവിടെ കൊട്ടുകയാണെങ്കിൽ ഞങ്ങളിവിടെ വാദ്യപ്രയോഗം നടത്തില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചിട്ട് അവർ പോയി. ഇവിടെ തന്ത്രിയുടെ തീരുമാനത്തിനെ മാനിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ, അപ്പം ഹരി പറയുന്നത് ഐത്തത്തെ തന്ത്രി എതിർക്കുമ്പോൾ ഐത്തത്തിനൊപ്പം തന്ത്രിയെ എതിർക്കുന്നവരുടെ കൂടെ ഐത്തവാദികൾ നിൽക്കും. തന്ത്രി അതിനെ അനുകൂലിക്കുന്നിടത്ത് തന്ത്രിയെ പിടിച്ച് അവര് സാക്ഷി പറയിക്കും. അതെ, ആ വാക്ക് തന്നെ വളരെ പ്രധാനമാണല്ലോ. തന്ത്രങ്ങൾ എന്താ പറയുക, നടപ്പിലാക്കിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് തന്ത്രി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ കേരളത്തിലെ ഒരു ബ്രാഹ്മണനും അല്ലെങ്കിൽ ഒരു തന്ത്രിയും ഒരു സമുദായക്കാരൻ വാദ്യപ്രയോഗം നടത്തിയതിനെതിരായിട്ടൊരു പ്രശ്നമുണ്ടാക്കിയ ചരിത്രമില്ല. ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന എല്ലാ കാലത്തും കേരളത്തിലെ കർഷക സംസ്കൃതിയിലാണെങ്കിലും, എന്താ പറയുക, വാദ്യ സംസ്കൃതിയിലാണെങ്കിലും, ക്ഷേത്ര സംസ്കൃതിയിലാണെങ്കിലും, കലാസംസ്കൃതിയിലാണെങ്കിലും ഒക്കെ തന്നെ ഈ നമ്മൾ അവർണരെന്നും സവർണരെന്നും വേർതിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടുമല്ലാത്ത, രണ്ടിലും കെട്ട ഒരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് എല്ലാ കാലത്തും ഇവരുടെ കൂട്ടരുടെ ഇടയ്ക്ക് നിന്നിട്ട് ഈ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡോക്ടർ MGS നാരായണൻ പോലുള്ള ആളുകൾ പറയുന്നത് 9-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം ഉണ്ടായതെന്നാണ്. ക്ഷേത്രം ഉണ്ടാവുന്നതിന് മുമ്പ് കേരളത്തിൽ കലകളുണ്ട്, വാദ്യകലയുണ്ട്, കൊട്ടുമുണ്ട്, പാട്ടുമുണ്ട്, നൃത്തമുണ്ട്. ഞാനൊക്കെ ക്ഷേത്രം എന്ന് ആദ്യം വിളിക്കുക വയലിനെയാണ്. അപ്പോൾ വയലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കലാരൂപങ്ങൾ തന്നെയാണ് ക്ഷേത്ര കലാരൂപങ്ങൾ.
അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇന്ന് കാണുന്ന രൂപങ്ങളല്ല, കൃത്രിമമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇന്നത്തെ കലാരൂപങ്ങളല്ല. സ്വാഭാവികമായി ഉണ്ടായ അന്നത്തെ വയൽ കേന്ദ്രീകരിച്ച് അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വാദ്യ നൃത്ത ഗീത രൂപങ്ങളെ ക്ഷേത്രം എന്ന സങ്കല്പം വന്നപ്പോൾ അതിലേക്ക് അഡോപ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാനേ ചരിത്ര ബുദ്ധിയോ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയോ ഉള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. എവിടുന്നാണ് ക്ഷേത്രം വരുമ്പോൾ പെട്ടെന്നൊരു കൊട്ടുകാരനും പാട്ടുകാരും ഇവർ കണ്ടെത്തുന്നത്, ആ പാരമ്പര്യമുള്ള ഒരാളുകളെ കണ്ടെത്തുന്നത്? ഒരുപാട് കാലത്തെ സഹനങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം ക്ഷേത്രങ്ങളെ ആരാധനയ്ക്ക് എല്ലാ സമുദായങ്ങൾക്കുമായിട്ട്, ഹിന്ദു മതത്തിനുള്ളിലെ എല്ലാ സമുദായങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. അപ്പോഴും ചില മേഖലകളിൽ അയിത്തം നിലനിന്നു. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യത്തിൽ? വ്യക്തിപരമായിട്ട് ഈ വാദ്യപ്രയോഗം ഒരു ആരാധനയാണ്. അതുകൊണ്ട് ക്ഷേത്ര പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വാദ്യപ്രയോഗവും അനുവദിക്കണം. എൻ്റെ അഭിപ്രായം, ഈ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് മാത്രമല്ല ആരാധന. പാടുന്നത് ആരാധനയുടെ, പാട്ടുകാരൻ ആരാധിക്കുന്നത് പാട്ട് കൊണ്ടാണ്, വാദ്യക്കാരൻ ആരാധന നടത്തുന്നത് വാദ്യം കൊണ്ടാണ്. ആ അർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്, ഈ പറഞ്ഞ വാദ്യക്കാരനും പാട്ടുകാരനും കൊട്ടുകാരനൊക്കെ. കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. പല അമ്പലങ്ങളിലും സവർണാഭരണ ഭേദമില്ലാതെ കലാകാരന്മാർക്ക് പ്രവേശിക്കാനും ഇത്തരത്തിൽ വാദ്യപ്രയോഗങ്ങൾ നടത്താനും കഴിയുന്നുണ്ട്. ഗുരുവായൂർ അമ്പലം പ്രത്യേകത എന്തെങ്കിലും ഉള്ള ഒരു അമ്പലമാണോ? അവിടെ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു? അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നും ഇതുപോലെ വളരെ മോശപ്പെട്ട സമീപനം സ്വീകരിക്കുന്ന ചില അമ്പലങ്ങളിലാണ് ഈ രീതി ഉള്ളത്. വാദ്യകലാരംഗത്ത് സംഘടനകളില്ലേ, അവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ലേ? വാദ്യകലാരംഗത്ത് സംഘടനകളും സജീവമല്ല. കാരണം വെച്ചാൽ ഈ വിഭാഗീയത ഉള്ളത് കൊണ്ട് തന്നെ അവരൊരുമിപ്പിച്ച് നിർത്താൻ ഒരു സംഘടനയ്ക്കും സാധിക്കുന്നില്ല. ഈ വിഭാഗീയത വളരെ ശക്തമാണ്. അതായത് മാരാരും പൊതുവാളും തമ്മിൽ പോലും രണ്ട് ജാതി സംഘടനയാണ് ഇന്ന് കേരളത്തിൽ.